ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിൽക്ക് ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ്. കണ്ണൂർക്കാർ ഒരു സ്പെഷ്യലാണിത്. അപ്പോൾ അത് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനും അതുപോലെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ജീരകശാല അരിയിലാണ്. പച്ചരിയിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 2 കപ്പ് ജീരകശാല അരി, അതായത് ഗീ റൈസ്, കുതിർത്തി വെച്ച് 2 മണിക്കൂറോളം കുതിർത്തി വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. നല്ല ഫ്രഷ് തേങ്ങേൻ്റെ പാൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാൽ നന്നായിട്ട് അരച്ച് അതിൻ്റെ പാലെടുക്കണം നമുക്ക്. ഇനി ഇതിൻ്റെ പാലെടുത്തിട്ട് നമുക്ക് ഈ അരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അരി നന്നായിട്ട് അരച്ചെടുക്കണം. ഗ്രൈൻഡറിലിട്ടിട്ട് 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച അരിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട, 2 കപ്പ് അരിക്ക് 2 മുട്ട, 2 ഗ്ലാസ് തേങ്ങാപ്പാൽ, ഇതാണ് ഇതിൻ്റെ കണക്ക്. ഞാൻ കുറച്ച് ചോറിടുന്നുണ്ട്, കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ചോറിട്ട് ചെയ്തുതരാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ്, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കളറിന് വേണ്ടിയാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ചുട്ട് കഴിക്കാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. ഇത്തിരി കൂടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം നല്ലോണം അരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് ഇടാം. എന്നാൽ തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാകാൻ പാടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്ന് ഒഴിച്ച് ചുട്ടെടുക്കണം. ദോശ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ വളരെ നൈസായിട്ട് തന്നെ എടുക്കണം. ഒരു ചെറിയ സ്പൂണിൽ ഒഴിച്ചിട്ട് അതുപോലെ നന്നായിട്ട് നൈസായിട്ട് തന്നെ എടുക്കണം. അതിൻ്റെ ശേഷം ഒരു വശം വെന്തതിന് ശേഷം ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. പച്ചരിയിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ ബസ്മതി റൈസിലും നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഗീ റൈസെല്ലാം നോക്കിയിട്ടുണ്ട്, ജീരകശാല അരിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പച്ചരിയിൽ അത്ര ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. നമുക്കിത് എന്താ പറയുക, ബട്ടർ ചിക്കനും അതുപോലെ പെപ്പർ ചിക്കൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് പണിയൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്താലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാനും അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.